ഞാൻ രണ്ടു നേതാക്കളുടെ പ്രതികരണങ്ങൾ വായിക്കാം. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച നാഷണൽ കോൺഫറൻസിലെ ഒമർ അബ്ദുള്ള 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഹൂ വിൽ ലീഡ്? ആരാണ് ഈ മുന്നണി നയിക്കുക? രണ്ടാമത് ചോദിക്കുന്നു, വാട്ട് ഈസ് റിലവൻസ് ഓഫ് ദിസ് അലയൻസ്? എന്താണ് ഈ അലയൻസിൻ്റെ ഇപ്പോഴത്തെ പ്രാധാന്യം എന്താണ്? ഇനി ചോദിക്കുന്നു, ഇനി എങ്ങനെയാണ് ഈ അലയൻസ് മുന്നോട്ട് പോകാൻ പോകുന്നത്? എന്താണ് ഈ അലയൻസിൻ്റെ അജണ്ട? ചോദിക്കുന്നത് ആരാ? ഈ അലയൻസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയുടെ, അതും ജമ്മു കാശ്മീർ ഭരിക്കുന്ന ഒരു കക്ഷിയുടെ നേതാവാണ് ഒമർ അബ്ദുള്ള ചോദിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ 32 സീറ്റിൽ 6 സീറ്റ് അതാണ് ഞാൻ പറയുന്നത്. ആ ജമ്മു കാശ്മീരിൻ്റെ രാഷ്ട്രീയ സ്ഥിതി കൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ജമ്മു കാശ്മീരിൽ താഴ്വരയിൽ 32 സീറ്റിൽ മത്സരിച്ച് 6 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. അവിടെ 27 സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നത് ആരാ? അവിടെ വിജയിച്ചിരിക്കുന്നത് BJP. അതായത് BJP-യുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയ താഴ്വരയിൽ 6 സീറ്റുകളിലേക്ക് ഒതുങ്ങി. അതും കഴിഞ്ഞ തവണ 12 സീറ്റ് ഉണ്ടായിരുന്നതിൽ 6 സീറ്റ് നഷ്ടപ്പെട്ടു. എന്നാൽ അതേസമയം നാഷണൽ കോൺഫറൻസ് നില മെച്ചപ്പെടുത്തി 27 സീറ്റാണ് കൂട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. അതായത് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് നില 27 സീറ്റ് കൂട്ടുമ്പോൾ 6 സീറ്റ് ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നഷ്ടപ്പെടുന്നുണ്ട്. ആ നാഷണൽ കോൺഫറൻസ് എന്നിട്ടും സഖ്യകക്ഷിയായിട്ട് കോൺഗ്രസിനെ കൂട്ടി മന്ത്രിസ്ഥാനം അടക്കം വാഗ്ദാനം ചെയ്തു. ജമ്മു കാശ്മീരിൽ ഒരു ഇന്ത്യ മുന്നണി എന്ന പേരിലുള്ളൊരു സഖ്യം ഭരിക്കുന്നുണ്ട്. ആ സഖ്യത്തിൻ്റെ നേതാവായ ഒമർ അബ്ദുള്ള ചോദിക്കുന്നു, ഇനി ഈ മുന്നണി എങ്ങോട്ട് പോകണം? ആർക്കും ഒരു ഐഡിയയുമില്ല. ഈ മുന്നണി ഇപ്പോഴുണ്ടോ എന്നതുപോലും നിശ്ചയമില്ല എന്ന് പറയുന്നത് നാഷണൽ കോൺഫറൻസ് ലീഡർ ഒമർ അബ്ദുള്ളയാണ്.